അമ്മയ്ക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ആംബുലൻസ് ഒക്കെ എത്തിയിട്ട് അമ്മേനെയും കൊണ്ട് പോകുന്നു. മുഖം പോയിട്ടുണ്ടായിരുന്ന ആ ഒരാളായിരുന്നു അമ്മയുടെ കാറിനിട്ടൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നത്. സോ അയാളും ഇപ്പോൾ ആംബുലൻസ് എത്തിയതൊക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അയാളുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റുന്നു. അമ്മയുടെ തന്നെ ഹോസ്പിറ്റലിലേക്കായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഷിയോയും അമ്മ മരിച്ചു എന്ന് ഉറപ്പാക്കണമെന്നൊക്കെ അയാളോട് പറയുമ്പോഴത്തേക്കും അയാളും വണ്ടി പതിയെ പുറകോട്ടൊക്കെ എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അപ്പോൾ തന്നെ വണ്ടി പഞ്ചറാകുന്നുമുണ്ട്. ഹേസിക്കും അമ്മയുടെ റൂമിന് മുമ്പിലൊക്കെ എത്തിയിട്ട് പോലീസാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അവിടെ ഉണ്ടായിരുന്ന ബോഡി ഗാർഡ്സ് ഹേസിക്കിനെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. മുത്തശ്ശിയും ഇപ്പോൾ മുത്തശ്ശനെയും കൊണ്ട് ഹോസ്പിറ്റലിലൂടെ മുഴുവൻ നടക്കുകയാണ്. നീ എൻ്റെ ഒപ്പം നിൽക്കില്ലേ എന്നൊക്കെ ഷിയോ ചോദിക്കുമ്പോഴത്തേക്കും നാംസോണും ഞാൻ ഉറപ്പായിട്ട് നിന്റെ കൂടെ തന്നെയാണ്, അവൾ മരിച്ചോ എന്നൊക്കെ നാംസോണും ചോദിക്കുന്നു. അമ്മ ഇന്ന് മരിച്ചില്ല എങ്കിൽ കൂടി അടുത്തൊരു ദിവസം ഉറപ്പായിട്ടും അമ്മേനെ കൊല്ലുന്നതായിരിക്കുമെന്ന് ഷിയോയും പറയുന്നുണ്ട്. ഇതുപോലെ ആളുകളെ കൊല്ലുവാനായിട്ടായിരുന്നു നീ എന്നെ ജോലിക്കെടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ നാംസോൺ ചോദിക്കുമ്പോഴത്തേക്കും ഞാനൊരു കാര്യം ചെയ്യുവാനായിട്ട് പറഞ്ഞാൽ നീ അത് ചെയ്യില്ലേ എന്നൊക്കെ ഷിയോയും തിരിച്ചു ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന നാംസോണും ആരെങ്കിലും കൊല്ലണമെന്ന് നീ പറഞ്ഞാൽ പോലും അയാളെ കൊല്ലുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് അവനോട് പറയുന്നു. മുത്തശ്ശൻ്റെ ഒരു തള്ളക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ അത് കുറച്ച് സീരിയസ് ആയി വന്നിരിക്കുകയാണ്. അതായത് മുത്തശ്ശൻ്റെ നടുവിനിട്ട് തന്നെ പണി കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ പോലും ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഡോക്ടറും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് അമ്മയും ഇതേ ഹോസ്പിറ്റലിലാണെന്ന് കേട്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആയിരുന്നു മുത്തശ്ശിയും അതിനെക്കുറിച്ച് അറിയുന്നത്. അകത്ത് കിടക്കുന്നത് തന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കൂടി മുത്തശ്ശിനെ അകത്തേക്ക് കടത്തി വിടുവാനായിട്ട് ബോഡി ഗാർഡ്സ് തയ്യാറാകുന്നില്ല. അപ്പോൾ തന്നെ മുത്തശ്ശിയും അവിടെ നിന്ന് ബോഡി ഗാർഡ്സിനിട്ട് 2 ഇടിയൊക്കെ കൊടുത്തിട്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നതുകൊണ്ട് തന്നെ മുത്തശ്ശി ആകെ വിഷമത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരാണിത് ചെയ്തതെന്ന് എന്നോട് പറ, ഞാൻ അവരെ ഒരിക്കലും വെറുതെ വിടുവാനായിട്ട് പോകുന്നില്ല, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും അവിടെ ഇരുന്ന് കരയുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അമ്മയുടെ ഫോണിൽ നിന്ന് മുത്തശ്ശിക്ക് ഒരു കോളൊക്കെ വരുന്നത്. അത് അമ്മ തന്നെ ആയിരുന്നു. ഇപ്പോൾ ആ ഒരു റൂമിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. മാത്രമല്ല അമ്മയല്ല ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, അമ്മയ്ക്ക് പകരം മറ്റൊരാളാണെന്നുള്ള സത്യമൊക്കെ മുത്തശ്ശിയുടെ അടുത്തും അമ്മ പറയുന്നു. ഇതിനു മുമ്പ് നാംസൂൺ അമ്മനെ കണ്ടപ്പോഴത്തേക്കും ഷിയോ അമ്മനെ അപകടപ്പെടുത്തുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും അവനെ പ്രൊവോക്ക് ചെയ്യുവാനായിട്ട് പാടില്ല എന്ന് അമ്മയോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഷിയോനെ പ്രൊവോക്ക് ചെയ്യാനായിട്ടായിരുന്നു അമ്മയുടെ തീരുമാനം. അതായത് ഷിയോനെ പ്രൊവോക്ക് ചെയ്യുന്നതിലൂടെ ഷിയോ എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിച്ചു വെക്കും, അതിൽ പിടിച്ച് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുമെന്നും അമ്മ പറയുന്നു. എന്ത് തന്നെ വന്നാലും അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല എന്നൊക്കെ നാംസോൺ അമ്മ വാക്കും കൊടുക്കുന്നുണ്ട്. എങ്കിലും അമ്മയ്ക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊരു പേടിയൊക്കെ നാംസോൺ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ ഒരു മെസ്സേജ് കണ്ട് കഴിയുമ്പോഴത്തേക്കും അമ്മ ഓക്കെ ആണെന്നുള്ള കാര്യവും അവൾ മനസ്സിലാക്കുന്നു. നാംസോണും അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പിലൊക്കെ ഷിയോയുടെ മുഖം കാണുന്നത് കൊണ്ട് തന്നെ ഇത് ഞാൻ ഒരിക്കലും വെറുതെ വിടുവാനായിട്ട് പോകുന്നില്ല, എൻ്റെ അമ്മനെ ഉപദ്രവിച്ചതിന് ഞാൻ ഉറപ്പായിട്ട് നിനക്ക് ശിക്ഷയൊക്കെ നൽകുമെന്ന് പറഞ്ഞിട്ട് നാംസോണും അവിടെ ഉണ്ടായിരുന്ന പൈപ്പൊക്കെ തിരിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ബേക്ക് അവിടേക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുവാനായിട്ട് എത്തുന്നത്. പൈപ്പ് ഓൾറെഡി മുകളിലേക്കൊക്കെ ആയിരുന്നല്ലോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ബേക്കും പൈപ്പ് തുറന്ന് കഴിയുമ്പോഴത്തേക്കും അതിലുണ്ടായിരുന്ന വെള്ളം മുഴുവനായിട്ട് അവളുടെ മുഖത്തേക്ക് തെറിക്കുന്നു. നാംസോൺ നേരത്തെ ആ പ്രൊഡക്റ്റിന്റെ കോഡൊക്കെ പറഞ്ഞിട്ട് അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന കാര്യമൊക്കെ ബേക്കിനോട് ചോദിക്കുമ്പോഴത്തേക്കും അത് ഉറപ്പായിട്ട് വാർ ഹൗസിലായിരിക്കും ഇരിക്കുക. പക്ഷെ അത് ഏത് സെക്ഷനിലാണ് ഉള്ളതെന്നൊന്നും എനിക്ക് അറിയിക്കില്ല, അതൊക്കെ അവിടുത്തെ ഹെഡിനെ മാത്രമേ അറിയിക്കുകയുള്ളൂ എന്ന കാര്യമൊക്കെ ബേക്കും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നാംസോണും ഗോഡൌണിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ നിലത്ത് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആരോ ഒരാൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന റാക്ക് തകർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ സാധനങ്ങളൊക്കെ താഴേക്ക് വീണ് പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹെഡ് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നാംസോണെയാണ് ഹെഡ് സംശയിക്കുന്നതും. ഇത്തവണ നീ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് സാധനമാണ് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് എന്നൊക്കെ ഹെഡ് ചോദിക്കുമ്പോൾ ഇതിന് പിന്നിൽ ഞാൻ ആയിരുന്നില്ല എന്നൊക്കെ നാംസോണും പറയുന്നുണ്ട്. നാംസോൺ അന്വേഷിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബോക്സൊക്കെ അവിടെ ഇരിക്കുന്നത് അവൾ കാണുന്നു. ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളുടെ ഹോർമോൺസിൽ വരുന്ന മാറ്റങ്ങളൊക്കെ മൂലമാണ് ഒരുപാട് വെള്ളമൊക്കെ ഇവർക്ക് കുടിക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഡൂഗോയിലെ ഒരു പാർട്ട് ടൈമർ മരിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അയാൾ മരിച്ചതും ഇതുപോലെ ഒരുപാട് എനർജി ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചതുകൊണ്ടായിരുന്നു. സോ വെറുതെ ഒരു ഡൗട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന ഓയും അതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്കും അതിന് പിന്നിലും ഡ്രഗ്സ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന കാര്യമൊക്കെ അയാൾ കണ്ടെത്തിയിട്ടുമുണ്ട്. കൊറിയയിൽ ഒരു സാധനത്തിലല്ല മറിച്ച് പല പല സാധനത്തിലാണ് ഈ ഒരു ഡ്രഗ്സ് ഒക്കെ ഉള്ളത്. അല്ലെങ്കിൽ തന്നെ ഒരാൾക്ക് എനർജി ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നത് മൂലം 3 ദിവസം ഉറക്കുക പോലും ചെയ്യാതെ വർക്കൊക്കെ ചെയ്യുവാൻ സാധിക്കുമോ? സോ അതിലൊക്കെ ഡ്രഗ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് അങ്ങനെ വർക്ക് ചെയ്യുവാനും സാധിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പോലീസുകാരും പറയുന്നു. നേരത്തെ അമ്മേനെ ഇടിച്ച വണ്ടി നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റിയിടുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ഒരു വണ്ടി വീണ്ടും വീണ്ടും നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റിയിടുന്നത് കൊണ്ട് തന്നെ വണ്ടീനെ കണ്ടെത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അമ്മയും അതേ ഹോസ്പിറ്റലിൽ തന്നെയുള്ള മറ്റൊരു റൂമിലാണ് ഉള്ളത്.
അത്. ഇപ്പോൾ മുത്തശ്ശിയും രഹസ്യമായി തന്നെ അമ്മേനെ കാണുവാനായിട്ട് എത്തുന്നു. ഞാനിപ്പോൾ വലിയൊരു കാര്യമാണ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വേഷമാറിയൊക്കെ നടക്കുന്നതെന്ന് അമ്മ പറയുമ്പോഴത്തേക്കും നാമൻ കുറെ നാളായിട്ട് കടയിൽ പോലും പോകാറില്ല, അതുകൊണ്ട് തന്നെ അവന്റെ കാര്യം നീ കൂടുതലായിട്ടൊക്കെ നോക്കണമെന്ന് മുത്തശ്ശി പറയുമ്പോഴത്തേക്കും അവൻ വെയിറ്റ് കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കുമെന്ന് ഒറ്റ വാക്കിൽ തന്നെ അമ്മ പറയുകയാണ്. എന്നെ ചിലർ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയും നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. അമ്മനെ ഫോളോ ചെയ്ത് ഒരു വണ്ടിയൊക്കെ വരുവാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ അമ്മയ്ക്ക് കാര്യമൊക്കെ പിടികിട്ടിയതാണ്. ഉടനെ തന്നെ അമ്മ ഹീസിക്കിനെ വിളിച്ച് തന്നെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഓപ്ലൻറ്റയുടെ ആളും ആ ഒരു ട്രക്കൊക്കെ നിന്നു പോവാനായിട്ട് വഴിയിൽ തന്നെ കുറെ അധികം അള്ളൊക്കെ ഇടുന്നുണ്ട്. പിന്നീട് അമ്മയും എയർ ബാഗൊക്കെ തുറന്നതിന് ശേഷം മാത്രമായിരുന്നു ആ ഒരു ആക്സിഡന്റിനൊക്കെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും ഓപ്ലൻറ്റയുടെ ആളും അവിടെ വന്നിട്ട് അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ മനസ്സിലാക്കുകയും പിന്നീട് അമ്മയുടെ ഹോസ്പിറ്റലിലേക്ക് ഒരാളെ ആവശ്യമായിട്ടുണ്ടെന്നൊക്കെ പറയുകയും ചെയ്യുകയാണ്. അതായത് അവരുടെ കൂട്ടത്തിലുള്ള ഒരു മെമ്പർ തന്നെ ആയിരുന്നു ഇപ്പോൾ അമ്മയ്ക്ക് പകരമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. മുത്തശ്ശി ആയിരുന്നല്ലോ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പവേഴ്സ് ആവശ്യമില്ലാതെ ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന്. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ പവേഴ്സ് ഇല്ലാതെ പോകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പെരുമാറുവാനായിട്ട് പാടില്ലായിരുന്നു എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും മുത്തശ്ശിയും ഇപ്പോഴും തനിക്ക് പവർ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ തെളിയിച്ചു കൊടുക്കുന്നു. നിന്റെ അച്ഛന് 2 കിട്ടേണ്ട കുറവുണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ പൂർവികർ പോലും അംഗീകരിച്ച് തന്നിരിക്കുകയാണെന്നാണ് മുത്തശ്ശി അതുവഴി പറഞ്ഞു കൊടുക്കുന്നത്. അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നുള്ള വിവരമൊക്കെ സെക്രട്ടറിയും പല ആളുകളെ ആയിട്ട് മെയിലൊക്കെ അയച്ച് അറിയിക്കുന്നുണ്ട്. ഈ ഒരു മെയിലൊക്കെ മാഡം കാണുന്നുണ്ട്. മാഡം ഇരുന്ന സീറ്റിന് താഴെയായിരുന്നു നേരത്തെ ഹീസിക്ക് റെക്കോർഡറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറുമരുന്നിനെ കുറിച്ചൊക്കെ അവൾ പറയുന്നതൊക്കെ ഹീസിക്കും കേൾക്കുന്നു. അതായത് ഒരുപാട് പണക്കാർ മാത്രമായിരിക്കും മറുമരുന്നൊക്കെ അന്വേഷിച്ചെത്തുക എന്നായിരുന്നു അവർ പറയുന്നത്. മാമിന് ബോധം പോലും ഇല്ലാതെ കിടക്കുകയാണ്. അവനെ ട്രീറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ അച്ഛനാണ്. സെക്രട്ടറിയും അമ്മയോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അങ്കിളും അവിടേക്ക് എത്തുന്നു. അങ്കിള് കുറച്ച് നടന്നപ്പോൾ തന്നെ തളർന്നു വീണിട്ടുണ്ട്. എന്നിട്ട് പോലും കരഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛൻ കുറേ കാലം കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നതാണ്, പക്ഷെ അമ്മയാകട്ടെ അച്ഛനെ തലേ ഹോസ്പിറ്റലിലാക്കിയിരിക്കുന്നു. അച്ഛന് സർജറിക്ക് ആവശ്യമായിട്ടുണ്ട്. എനിക്ക് അച്ഛനെ കാണുവാനും പോകണം. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുവാൻ മാത്രമുള്ള എനർജി ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്നെ സഹായിക്കാമോ എന്നൊക്കെ അങ്കിള് സെക്രട്ടറിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും സെക്രട്ടറി അതൊന്നും കാര്യമാക്കാതെ നടന്നു പോകുന്നു. സാധാരണ ബ്രെഡ് സോങ്ങിനെ കാണുവാനായിട്ട് ഫീമെയിൽ ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് എത്താറുള്ളത്. അവരെല്ലാവരും അയാളുടെ വാക്കിൽ വീണു പോവുകയും ചെയ്യും. ഇപ്പോഴാകട്ടെ ഒരു മെയിൽ ആയിട്ടുള്ള ആളൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഇരിക്കെ അപ്പോഴാണ് നമ്പേഴ്സൊക്കെ പറയുന്ന സ്റ്റാഫ് ഒരു മെസ്സേജൊക്കെ കാണുന്നത്. ബ്രെഡ് സോങ്ങും നേരത്തെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ ഒക്കെ വലിച്ചു കയറി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതും ഒട്ടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. സോ സ്റ്റാഫും ഇപ്പോൾ അമ്മ ഹോസ്പിറ്റലിലായ കാര്യമൊക്കെ പറയുന്നു. അതായത് ഏറ്റവും ലാസ്റ്റ് അമ്മയും ബ്രെഡ് സോങ്ങുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നല്ലോ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ബ്രെഡ് സോങ് ആയിരിക്കുമോ അത് ചെയ്തതെന്ന സംശയമൊക്കെ പോലീസിന് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണമൊന്നും ബ്രെഡ് സോങ്ങിൻ്റെ അടുത്തേക്ക് എത്താതെ ഇരിക്കണമെങ്കിൽ ബ്രെഡ് സോങ് ഉറപ്പായിട്ട് അമ്മേനെ കാണുവാനായിട്ട് പോയേ മതിയാകൂ. നമുക്കതുകൊണ്ട് തന്നെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നൊക്കെ ആയിരുന്നു സ്റ്റാഫും ബ്രെഡ് സോങ്ങിനോട് പറയുന്നത്. ആ ബോക്സുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു ഇപ്പോൾ നാംസോൺ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഒരു പക്ഷേ ഹെഡിനെ പ്രണയിച്ച് വീഴ്ത്തിയാലോ എന്നൊക്കെ അവൾ ആലോചിക്കുന്നുമുണ്ട്. പക്ഷേ അതൊക്കെ K-ഡ്രാമാസിൽ മാത്രം നടക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഒരു ഐഡിയയ്ക്ക് അവളും ആലോചിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഷിയോയും അവളെ കോൾ ചെയ്യുന്നു. ഇപ്പോൾ അവൾ ഷിയോയുടെ റൂമിൻ്റെ മുമ്പിൽ എത്തുമ്പോഴത്തേക്കും അവനും മറ്റേ ആ ഒരു നീല നിറത്തിലുള്ള ലിക്വിഡൊക്കെ കുടിക്കുന്നത് അവൾ കാണിക്കുകയാണ്. നമുക്കൊന്നിച്ച് ഡിന്നറൊക്കെ കഴിച്ചാലോ, നമ്മൾ പാർട്ട്നേഴ്സൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് പരസ്പരം അറിഞ്ഞാലോ എന്നൊക്കെ ആയിരുന്നു ഷിയോയ്ക്ക് ചോദിക്കുവാനായിട്ടുണ്ടായിരുന്നത്. എന്തായാലും മംഗോളിയൻ ഫുഡൊക്കെ നമുക്ക് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവളും ഷിയോനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. നാംസോണും ഷിയോയും കൂടി സംസാരിക്കുന്ന കാര്യങ്ങളും ഹെറിറ്റേജ് ക്ലബിലെ കാര്യങ്ങളും കൂടി ഒന്നിച്ച് കേൾക്കുകയാണ് ഹീസിക്ക്. അങ്ങനെ മൊത്തത്തിൽ അവനെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും പലരും അവനെ സഹായിക്കാമെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവിടെ എത്തുന്ന ഓയും നീ ഷിയോയുടെ നോട്ടമൊക്കെ ശ്രദ്ധിച്ചോ, ഷിയോയ്ക്ക് ഉറപ്പായിട്ട് നാംസോണെ ഇഷ്ടമാണെന്നൊക്കെ ഹീസിക്കിൻ്റെ അടുത്ത് പറയുകയാണ്. പിന്നീട് ഷിയോ നാംസോയുടെ കയ്യിലൊക്കെ പിടിക്കുമ്പോഴത്തേക്കും ഹീസിക്കിന് ആകെ ദേഷ്യം വന്നിട്ട് ഞാൻ അവൻ്റെ കൈയൊക്കെ തിരിച്ച് ഓടിച്ചു കളയുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അമ്മയ്ക്കൊരു മെസ്സേജ് വരുന്നത്. നിനക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ലേ, നീ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജസ് ആയിരുന്നു അത്. ബോധമില്ലാതെ കിടക്കുന്ന ആരോടെങ്കിലും ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ ചോദിച്ച് ആരെങ്കിലും മെസ്സേജ് അയക്കുമോ? ഇത്രയ്ക്ക് ബോധമില്ലാത്ത ആരാണ് ഉള്ളതെന്നൊക്കെ അമ്മ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു ബ്രെഡ് സോങ് ആയിരിക്കും അതേന്ന സംശയമൊക്കെ അമ്മയ്ക്കും തോന്നുന്നത്. ബ്രെഡ് സോങ്ങിനും ഷിയോയ്ക്കും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ട്രാപ്പിലാക്കാമെന്നൊക്കെ വിചാരിക്കുന്ന അമ്മയും അയാൾക്ക് തിരിച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നു. അതായത് അമ്മയുടെ സെക്രട്ടറി സംസാരിക്കുന്നു എന്ന രീതിയിലായിരുന്നു റിപ്ലൈ നൽകുന്നത്.
അങ്ങനെ ഇരിക്കെ അച്ഛനെയും ഇപ്പോൾ റൂമിലേക്കൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അങ്കിളും റൂമിലേക്ക് കയറുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഡോറ് പോലും അങ്കിളിന് തുറക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അമ്മയും അങ്കിളും കൂടി ചേർന്നിട്ട് അച്ഛന് ചുറ്റും ഇരിക്കുമ്പോഴത്തേക്കും സർജറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ഷീണത്തിലായിരുന്നു അവരുടെ അച്ഛനും ഉണ്ടായിരുന്നത്. ഇനി സിയോയും മുത്തശ്ശിനെ കാണുവാനായിട്ട് എത്തുമ്പോഴത്തേക്കും മുത്തശ്ശിയും ആകെ വിഷമിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. കയ്യിൽ നിന്നും സിയോ കൊടുത്തിട്ടുണ്ടായിരുന്ന മോതിരം പോലും ഇപ്പോഴും മുത്തശ്ശി മാറ്റിയിട്ടില്ല എന്ന കാര്യമൊക്കെ സിയോയും മനസ്സിലാക്കുന്നു. നാംസോണും ഷിയോയും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നാംസോണും ഷിയോനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ ചോദിക്കുകയാണ്. അവൻ കൊറിയയിൽ എവിടെയാണ് ജനിച്ചിട്ടുണ്ടായിരുന്നതെന്നും പിന്നീട് അവൻ ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നുവെന്നും അവൻ 5 വയസ്സൊക്കെ പ്രായമുള്ള സമയത്തായിരുന്നു അവൻ റഷ്യയിലേക്ക് എത്തിയതെന്നുമൊക്കെ ആയിരുന്നു അവനും പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും കാട്ടിലുള്ള മൃഗങ്ങളൊന്നും ആയിരിക്കുകയില്ലല്ലോ നിന്നെ വളർത്തിയിട്ടുണ്ടാക്കുക, അപ്പോൾ ആരാണ് നിന്നെ വളർത്തിയതെന്നൊക്കെ നാംസോൺ ചോദിക്കുമ്പോഴത്തേക്കും അതായിരുന്നു ഇതിനേക്കാൾ ഭേദമെന്ന് പോലും അവന് പറഞ്ഞു പോകുന്നു. അങ്ങനെ ഇരിക്കെ അവന് നാംസോണെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ ഫാമിലിയിലുള്ളവർക്കും ഈ ഒരു ശക്തിയൊക്കെ ഉള്ളതാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്. അമ്മ എൻ്റെ കുതിരേനൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു കുളിപ്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നത്. അമ്മയും മംഗോളിയയിലുള്ള ഒരു വലിയ മലയുടെ മുകളിലൊക്കെ ആയിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവിടുന്ന് ഒരുപാട് ആടിൻ്റെ ഇറച്ചിയൊക്കെ കഴിച്ചിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മയ്ക്ക് പോലും ഇതുപോലെ ശക്തിയൊക്കെ ഉണ്ടായതെന്നാണ് നാംസോൺ പറയുന്നത്. അവൾക്ക് അവളുടെ അമ്മയുടെ ശക്തിയാണ് കിട്ടിയിട്ടുള്ളതെന്നും അതുപോലെ തന്നെ അവളെ നല്ല പേരൻസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നതെന്നുമൊക്കെ ഷിയോ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അവനും അവളുടെ അടുത്ത് അസൂയ പോലും തോന്നുകയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ആടിൻ്റെ ഇറച്ചിയൊക്കെ അവൾ അവന് നൽകിയിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നിനക്കും ശക്തി കിട്ടുന്നതായിരിക്കുമെന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ പോലീസുകാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ആ ഒരു വീഡിയോസൊക്കെ കാണുന്നത്. ഷിയോ എന്തൊരു ഹാൻസം ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതാണോ ഹാൻസം, അവൻ്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഡ്രഗ്സ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളതെന്നൊക്കെ ആയിരുന്നു ഹീസിക്കും പറയുന്നത്. എന്തായാലും നാംസോന്റെ അമ്മേനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ച ആളുടെ കൂടെയാണ് ഇപ്പോൾ അവളിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ ആക്ടിങ് ആണെന്നൊക്കെ അവർ സ്വയം പറയുന്നുമുണ്ട്. എന്തായാലും ഡ്രഗ്സിന് ഇവരെന്തെങ്കിലും ഒരു കോഡ് പറയുമായിരിക്കും, അത് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹീസിക്ക് അത് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പോൾ എന്നാണ് ഇവർ ഡ്രഗ്സിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇവരുടെ ടീം ലീഡർ മറ്റൊരു വർക്കിന് പോയിരിക്കുകയാണെന്നൊക്കെയാണ് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരാകട്ടെ എത്രയൊക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അയാളെ വിളിച്ചിട്ട് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ആ ഒരു വർക്കുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒന്നും ടീം ലീഡ് എത്തിയിട്ടില്ല എന്ന കാര്യമാണ് ഇവർക്ക് മനസ്സിലാക്കുവാനും കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.